ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ്സാണ്. മക്കളെ, നമ്മുടെ 6ാം ക്ലാസ് സോഷ്യൽ സയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ പബ്ലിക് ലൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മക്കളെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും ആയിരുന്നു അല്ലേ? ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻസ് എന്നായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ് മിസ് എന്തിനി പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി അതെന്താണ് ചെറുതായിട്ടൊന്ന് ലൈവ് പോയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഈ കണ്ടന്റ് എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മുടെ ആപ്പിൽ നമ്മൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ചാപ്റ്ററും, അതായത് ആദ്യത്തെ ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ബാച്ചിൽ നമ്മൾ അഞ്ചാറ് ഹവേഴ്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതായത് ഓരോ ദിവസം 1 hour വെച്ചിട്ട് 6 ദിവസത്തെ ക്ലാസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് എല്ലാം നോക്കിയിട്ട് വേണ്ട ചെയ്യുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക്, വജ്ര ബാച്ചിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾ ആ താഴെ കാണുന്ന അതിലൂടെ പോകുന്ന നമ്പറില്ലേ, അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ 6ാം ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു കണ്ടന്റാണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, വാരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അതായത് ഏർലി ഹ്യൂമൻസിൻ്റെ എങ്ങനെയായിരുന്നു അവരുടെ മനുഷ്യവികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്നായിരുന്നു. അപ്പോൾ ജസ്റ്റ് ആദ്യം നിങ്ങൾ അറിയേണ്ടത് എന്താണ്, ഏർലി ഹ്യൂമൻസ് എവിടെ താമസിച്ചത്? അവർ ഫോറസ്റ്റിലായിരുന്നു, കാടുകളിലായിരുന്നു അവർ താമസിച്ചത്. ദ ഏർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്, അവർ കാടുകളിൽ താമസിച്ചവരായിരുന്നു. ദേ ലിവ്ഡ് ബൈ ഗ്യാതറിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അവരെന്താണ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ എന്താണ്, അതായത് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ എന്താണ് ഗ്യാദർ ചെയ്തു, ശേഖരിക്കുകയും ഹണ്ടിങ് ആനിമൽസ് എന്ന് പറയുന്നത് എന്താ അറിയോ, മൃഗങ്ങളെ വേട്ടയാടി അതിൻ്റെ അതിൻ്റെ മീറ്റ് ആയിരുന്നു അവർ ഈറ്റ് ചെയ്യുന്നത്. അതായത് വേട്ടയാടി കിട്ടിയ മൃഗങ്ങളെ എന്താണ്, അതിനെയായിരുന്നു അവർ ഈറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. Then they used rough stones, അതായത് ഇവർ വെപ്പണായിട്ടില്ലേ, അതായത് കായികനികളൊക്കെ എറിഞ്ഞ് താഴേക്കിടാനും പിന്നെയോ മൃഗങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യാനും കുത്തി കീറാനും ഒക്കെ എന്താ അവർ യൂസ് ചെയ്ത വെപ്പൺ എന്തായിരുന്നു അറിയോ? അവർ യൂസ് ചെയ്ത വെപ്പൺ എന്ന് പറയുന്നത് എന്താ, റഫ് സ്റ്റോൺസ് ആയിരുന്നു. എന്താ റഫ് സ്റ്റോൺസ്? പരുക്കൻ കല്ലുകളായിരുന്നു. ഓക്കെ, പരുക്കൻ കല്ലുകളായിരുന്നു. മലയാളം ഇവിടെ ഉണ്ട് കേട്ടോ. ആദിമ മനുഷ്യർ എവിടെയാണ്? വനങ്ങളിലാണ് താമസിച്ചത്. കായികനികൾ ശേഖരിച്ചു മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമായിട്ടായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ചുറ്റുപാടിൽ നിന്ന് ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ വെപ്പൺസ്, ആയുധങ്ങളായിട്ട് യൂസ് ചെയ്തത്. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതല്ല. ഈ കാലഘട്ടത്തെ ശിലായുഗം എന്നാണ് വിളിച്ചത്. അതായത് ഇവർ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്ത് എന്താണ്, വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്ത സ്റ്റോൺസിലെ കല്ലുകളെയാണ് അവർ വെപ്പൺസ് ആയിട്ട് എന്താണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ദിസ് പീരീഡ് ഇസ് കോൾഡ് സ്റ്റോൺ ഏജ്. അതിനെ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗം എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. നമ്മുടെ ശിലായുഗത്തെ, നമ്മുടെ സ്റ്റോൺ ഏജിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് കല്ല് കൊണ്ടുണ്ടാക്കിയ കാലഘട്ടമാണല്ലോ, കല്ലാണല്ലോ അവിടെ മെയിൻ ആയിട്ടുള്ള വെപ്പൺ. അപ്പോൾ ശിലായുഗത്തെ, സ്റ്റോൺ ഏജിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് മിസ് പറയാൻ പോകുന്നത് മക്കളെ. പ്രാചീന ശിലായുഗം പലിയോലിത്തിക് ഏജ് എന്നും, മധ്യശിലായുഗം മെസോലിത്തിക് ഏജ് എന്നും, നവീന ശിലായുഗം നിയോലിത്തിക് ഏജ് എന്നും 3ആയിട്ടാണ് നമ്മുടെ സ്റ്റോൺ ഏജിനെ, ശിലായുഗത്തെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രാചീന ശിലായുഗം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഫസ്റ്റ് ഫേസ് ആണ് അല്ലേ സ്റ്റോൺ ഏജ്. കല്ല് യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഘട്ടമാണ് എന്താടാ പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. മധ്യശിലായുഗം എന്ന് പറയുന്നത് എന്താണ്, സെൻട്രലിൽ വരുന്ന അല്ലെ, നവീന ശിലായുഗത്തിൻ്റെയും പ്രാചീന ശിലായുഗത്തിൻ്റെയും സെൻട്രലിൽ വരുന്നതാണ് മധ്യശിലായുഗം എന്ന് പറയുന്നത്. മെസോലിത്തിക് ഏജിൻ്റെ പ്രത്യേകത എന്താ അറിയോ? അവിടെ എന്താണ്, പരുക്കൻ കല്ല് മാറ്റി കൂർത്ത കല്ലുകൾ യൂസ് ചെയ്തു. നവീന ശിലായുഗം എന്താണ്, കുറച്ച് മിനുസപ്പെടുത്തി ഭയങ്കര ഷോപ്പായിട്ടൊക്കെ മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കാലഘട്ടങ്ങളെ കുറിച്ച് നോക്കിക്കോ. പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ കല്ല് യൂസ് ചെയ്തിട്ടുള്ള ആദ്യഘട്ടം ശിലായുഗത്തിലെ ഫസ്റ്റ് ഫേസ് ആണ് കേട്ടോ. ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ് ആണ്. അതായത് ശിലായുഗത്തിലെ ആദ്യഘട്ടമാണ് പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. ദെൻ പരുക്കൻ കല്ലുകൾ അവർ ഉപകരണങ്ങളാക്കി. റഫ് സ്റ്റോൺസ് ആണെന്ത്, അവർ ആ മൃഗങ്ങളെ വേട്ടയാടാനും കായികനികൾ, അത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഗ്യാദർ ചെയ്യാനൊക്കെ അവർ യൂസ് ചെയ്തതെന്നാണ് പരുക്കൻ കല്ലുകളായിരുന്നു, റഫ് സ്റ്റോൺസ് ആയിരുന്നു ഏർലി ഹ്യൂമൻസ് ആ ഒരു സമയത്ത് ഏർലി ഹ്യൂമൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശേഖരണവും വേട്ടയാടലും ആണെന്ന് ഉപജീവനമാർക്കി. എന്താണ് ശേഖരണം എന്ന് പറയുന്നത്? ഗ്യാദറിങ് ആൻഡ് ഹണ്ടിങ്. ഗ്യാദറിങ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ശേഖരിക്കുക. ഹണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? വേട്ടയാട് അല്ലേ, മൃഗങ്ങളെയൊക്കെ വേട്ടയാട്. ഇതൊക്കെയായിരുന്നു അവരുടെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ഉപജീവനം എന്ന് പറയുന്നത്. അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള മാർഗം എന്ന് പറയുന്നത് അവർ ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുകയും മൃഗങ്ങളെയൊക്കെ ഹണ്ട് ചെയ്തിട്ട് അതിൻ്റെ മാംസമൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്.
ദെൻ മധ്യശിലായുഗത്തിലേക്ക് എത്തിയപ്പോൾ എന്താണ് ഈ സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉണ്ടാവും. ചിത്രം നോക്ക്, സൂക്ഷ്മമായിട്ട് പരക്കങ്കല്ലുകൾ കൂർപ്പിച്ച് സൂക്ഷ്മമാക്കിയതാണ്. യൂസ്ഡ് സ്മോള് ഫൈവ് സ്റ്റോൺ ടൂൾസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെന്താ ഭക്ഷണം കഴിച്ചറിയോ? ഭക്ഷ്യയോഗ്യമായ എഡിബിൾ പ്ലാന്റ്സ് ഇല്ലേ, അല്ലെങ്കിൽ എഡിബിൾ ഗ്രാസസ് എന്നൊക്കെ പറയും. ഓക്കെ, എഡിബിൾ ഗ്രാസസ് ആയിരുന്നു, അതായത് ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും ഫിഷസ് ഒക്കെ ആയിരുന്നു. മത്സ്യങ്ങളൊക്കെ ആയിരുന്നു എന്താ അവർ ഫുഡിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യങ്ങളാണ് അവര് ഭക്ഷണമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനെന്താണ് അവരുടെ വസ്ത്രം എന്തായിരുന്നു? മൃഗത്തോൽ, ആനിമൽ സ്കിന്നാണ് കേട്ടോ. ആനിമൽ സ്കിന്നും പിന്നെയോ ബാർക്ക് ഓഫ് ട്രീസ്, മരങ്ങളുടെ ഒക്കെ പുറന്തോടില്ലേ, ബാർക്ക് ഓഫ് ട്രീസും പിന്നെ എന്താണ് ഇലകൾ, ലീവ്സ് ഒക്കെ ആയിരുന്നു അവർ വസ്ത്രങ്ങളാക്കിയത്. ആനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് എന്താണ് ലീവ്സ്, ഇതൊക്കെയായിരുന്നു അവർ ക്ലോത്തിനായിട്ട്, അതായത് വസ്ത്രത്തിനായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് ആനിമൽ സ്കിൻ, മൃഗത്തോലൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാർക്ക് ഓഫ് ട്രീസ് ആയിരുന്നു, അതായത് മരത്തോലൊക്കെ ആയിരുന്നു അവർ വസ്ത്രത്തിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് മധ്യശിലായുഗം അല്ലെങ്കിൽ മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ഇതൊക്കെ ഉണ്ടാവും, അതായത് നമ്മുടെ മൃഗങ്ങളുടെ സ്കിന്നൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയ ആ ചിത്രമാണ് അവിടെ കാണിച്ചു തന്നത്. നെക്സ്റ്റ് നമ്മുടെ നവീന ശിലായുഗം, നിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെയാണ് നമ്മുടെ കൃഷി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത് നവീന ശിലായുഗത്തിലാണ്. അത് മാത്രമല്ല നമ്മുടെ ചക്രങ്ങളൊക്കെ ഇല്ലേടാ, വീൽസൊക്കെ, ആ ഒരു ചക്രങ്ങളൊക്കെ ഏർലി ഹ്യൂമൻസ് കണ്ടുപിടിച്ചതും മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയതൊക്കെ എന്താണ് നവീന ശിലായുഗം, നിയോലിത്തിക് ഏജിലായിരുന്നു അവരിതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. കൃഷി തുടങ്ങിയതൊക്കെ ഈ ഒരു നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗത്തിലായിരുന്നു. ഓക്കെ, നോക്കിക്കോ, നവീന ശിലായുഗം കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉണ്ടോ. മിനുസമുള്ള കല്ലുപകരണങ്ങളാണ് യൂസ് ചെയ്തത്. പോളിസ്റ്റ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു അവരെന്താണ് ആയുധമായിട്ട്, വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്തത്. കല്ലെന്നെ എന്താണ് പോളിഷ് ചെയ്തിട്ടായിരുന്നത് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് കൃഷി ആരംഭിച്ചത്. നിയോലിത്തിക് ഏജിലാണ്, നവീന ശിലായുഗത്തിലാണ് അവർ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത്. അത് മാത്രമല്ല എന്താണ് നമ്മുടെ ചക്രങ്ങൾ കണ്ടുപിടിച്ചില്ലേടാ, നമ്മുടെ വീൽസിന്റെ അതായത് ഇൻവെന്റഡ് വീൽ, അതായത് ചക്രങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ സ്റ്റാർട്ട് ആൻഡ് മേക്കിംഗ് പോട്രി, മൺപാത്ര നിർമ്മാണമൊക്കെ എന്താണ് നിർമ്മിച്ചു തുടങ്ങിയതൊക്കെ നവീന ശിലായുഗത്തിലാണ്. അപ്പോൾ മക്കളെ നിങ്ങൾ 3 എണ്ണം, ഈ സ്റ്റോൺ ഏജിന്റെ 3 ഘട്ടങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക, എക്സാമിന് ചോദിക്കും. ഓക്കെ, സ്റ്റോൺ ഏജിന്റെ 3, പാലിയോലിത്തിക് ഏജും മിസോലിത്തിക് ഏജും പിന്നെയോ നിയോലിത്തിക് ഏജും, ഈ 3 എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അതിൻ്റെ സവിശേഷതകൾ നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പം നമ്മുടെ ആപ്പിൽ അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ക്ലാസ് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക്, നമ്മുടെ വജ്ര ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, മറന്നു പോയത് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ അടിപൊളിയായിട്ട് പഠിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, ആപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കണ്ടിട്ട് സിനിമയും വരും. ബൈ.